ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. കുറച്ച് സിനിമകൾ പറയാനുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഹൈഡ് ചെയ്ത് വെച്ച ഒരാളുണ്ടായിരുന്നല്ലോ. അത് ആരായിരിക്കുന്ന രീതിയിൽ കുറെ പേര് നമ്മൾ കേട്ടിരുന്നു. മമ്മൂട്ടി, ഡോൺലി, അങ്ങനെ കുറെ ആളുകളുടെ പേര്. ഇങ്ങനെ കേട്ടിരുന്ന കുറെ പേരുകളിൽ പ്രധാനമായി കേട്ടിരുന്ന ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു. സ്ട്രോങ് എന്താ പറയുക, റൂമർ എന്നുള്ള രീതിയിൽ. അതിൽ ഒരാളുടെ കാസ്റ്റ് ഇന്ന് എമ്പുരാൻ പുറത്തു വിട്ടിട്ടുണ്ട്. അത് സത്യം പറഞ്ഞ് ഞെട്ടിക്കുന്നതാണ്. അപ്പോ പല ആളുകളും ഹൈഡ് ചെയ്ത ആളുടെ മുഖം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും അത് തന്നെയാണോ ഹൈഡ് ചെയ്ത ആള്, അതോ അത് വേറൊരാൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. ലാലേട്ടനെ സംബന്ധിച്ചോളം വലിയൊരു കംബാക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വർഷമാണ് 2025. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിലൈറ്റഡ് ടു അനൗൺസ് മൈ നെക്സ്റ്റ് ഫിലിം എ ഡ്രമാറ്റിക് ജേർണി ട്രാവലിംഗ് ലവ് ലോങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാനൂപ് മേനോനുമായിട്ട് കൈകോർത്തിരിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പൊ ആ ഒരു സിനിമ വരാനുണ്ട്. അതല്ലാതെ തുടരും എന്ന് പറഞ്ഞ സിനിമയിലെ കൺമണി പൂവേ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് 21-ാം തീയതി, അത് നാളെ വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അതിന്റെ ഗ്ലിംസ്. പക്ഷെ അത് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം, എപ്പോഴും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന നല്ലൊരു ഫാമിലി എന്റർടൈനർ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആൻഡ് ദൃശ്യമൊക്കെ പോലെ തോന്നാറുണ്ട്. ദൃശ്യം എന്ന് പറഞ്ഞാൽ അതിലെ ആ ഒരു പ്ലോട്ടോ കാര്യങ്ങളോ അല്ല, പക്ഷെ ദൃശ്യം കാണുന്ന സമയത്തുണ്ടല്ലോ അവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു സാധാരണ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരാളുടെ പെയിൻ, അയാളുടെ അവസ്ഥകൾ, ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് ഭയങ്കരമായിട്ട് കൺവേ ആയിട്ടുള്ള സിനിമയാണ് ദൃശ്യം 1ഉം 2ഉം. അപ്പൊ ഇവിടെ അത്തരത്തിൽ ഒരു ഫാമിലി, രസകരമായിട്ടുള്ള ഒരു ഫാമിലി, ആ രീതിയിലുള്ള ഒരു സംഭവം തന്നിട്ടുണ്ട്. ഇവിടെ അവരുടെ മകളായിട്ട് ഉള്ള ആള് ശോഭന അവിടെ ഇരിക്കുന്നുണ്ട്. വേറെ അവിടെ പണിയെടുക്കാൻ വന്ന ചേച്ചിനെ പോലെ തോന്നുന്നുണ്ട് ഒരു ആള്, മകന്, പിന്നെ ലാലേട്ടൻ. ഒക്കെ ഭയങ്കര ഒരു എന്താ പറയാ, അവരെ എൻജോയ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ്. ആ ചക്കയൊക്കെ പൊളിച്ച് വരിക്ക ചക്കയാണാവോ, അതോ കൂഴച്ചക്കയാണാവോ, എന്തായാലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. സാധാ സിനിമകളല്ല, അതിനപ്പുറത്തേക്ക് തുടരും. ഈ പറഞ്ഞ പോലെ ദൃശ്യം പോലെയൊക്കെ നല്ലൊരു രസമുള്ളൊരു സിനിമയായിരിക്കും തോന്നുന്നു. ഇനി നമ്മൾ എംബ്രാനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ദൃശ്യം പറഞ്ഞ സ്ഥിതിക്ക് ദൃശ്യം 3 അത് സംഭവിക്കും എന്നാണ് പറയുന്നത്. ഇതിന്റെ മുമ്പ് ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജീത്തു ജോസഫിന്റെ അടുത്ത് പല ആളുകളും മൊബൈലായിട്ടും ക്യാമറ ആയിട്ടൊക്കെ പോയിട്ട് ചോദിക്കും. പുള്ളി ഇങ്ങനെ ഒഴിഞ്ഞു മാറാണ്, സംഭവിക്കട്ടെ, ഞാനത് കഥ തേടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറാണ്. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. ലാലേട്ടൻ തന്നെയാണ് ഒഫീഷ്യൽ പുറത്തു വിട്ടിരിക്കുന്നത്. ദ പാസ്റ്റ് നെവർ സ്റ്റേ സൈലന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈലന്റ് ആയിട്ട് ഉണ്ടാണ്ടിരിക്കൂല. ദൃശ്യം 3 കൺഫേംഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. ദൃശ്യം 3ലേക്ക് വരുമ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ട്. കാരണം 1ല് പുള്ളി അവരൊക്കെ അവിടെ പിടിച്ചു നിർത്തി, അതായത് പോലീസ് സംഘത്തെ മുഴുവൻ, അപ്പോ എന്താ പറയാ, സിദ്ദീഖാനാണെങ്കിലും അവരുടെ, അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുള്ള പുള്ളി ചെക്കന്റെ ഫാമിലിയെ മൊത്തം അവിടെ നിർത്തി, കോടതിയെ മൊത്തം ഞെട്ടിച്ച്, പോലീസിനെ മൊത്തം, അല്ലെങ്കിൽ നിയമത്തിനെ മൊത്തം ഒരു തരത്തിൽ പറ്റിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുള്ളി അവിടെ സ്റ്റേ ചെയ്തു. നമുക്കൊക്കെ അത് സന്തോഷമാണ് തോന്നിയത്. കാരണം പുള്ളി അത് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ളതല്ല എന്ന് അവർ ആ ഫാമിലി രക്ഷപ്പെടുന്നുള്ള ഫീൽ വന്നു. രണ്ടാമത്തിലേക്ക് വന്നപ്പോൾ ഭയങ്കരമായ ട്വിസ്റ്റ് കൊണ്ടുവന്നത് വീണ്ടും ഒരു പക്ക എൻഡ് എന്ന രീതിയിൽ, ഇനിയിപ്പോ ഒന്നും സംഭവിക്കാനില്ല രീതിയിൽ ആ ഒരു എല്ല് വരെ നശിപ്പിച്ചു കളയാന്ന് പറഞ്ഞ അത്തരത്തിൽ സൾഫ്യൂരിക് ആസിഡ് വെച്ച് തീർത്തിളഞ്ഞു. ഇനി 3 വരുമ്പോ എന്തായിരിക്കും, ഇനി ഇതെങ്ങനെ കുത്തിപ്പൊക്കുക, ഇത് ഏത് രീതിയിലാണ് ഇനി വരിക, അവരിനിയും വരുമ്പോ ഇത് ഒരു എന്താ പറയാ, അത് ആവർത്തന വിരസത വരാത്ത രീതിയിൽ വരണം. രണ്ടും ഗംഭീര സിനിമയായിരുന്നു. അതുകൊണ്ട് 3ലും ഭയങ്കര പ്രതീക്ഷയായിരിക്കും. ഓഫ് കോഴ്സ് എനിക്കും ഭയങ്കര പ്രതീക്ഷയാണ്. പക്ഷെ പ്രതീക്ഷ തിരിച്ചടിയാവാത്ത രീതിയിൽ ആ സിനിമ വരും എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഓഫ് കോഴ്സ് ജീത്തു ജോസഫ് അത്രയും നല്ല സാധനം കിട്ടിയാലേ അത് ചെയ്യുള്ളൂ എന്നുള്ളതിൽ ഡൗട്ടൊന്നുമില്ല. കാരണം ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, ടെക്നീഷ്യൻസ് ആണെങ്കിലും കാസ്റ്റ് ആൻഡ് ക്രൂ മൊത്തം അന്തല്ലാത്ത ആളുകളൊന്നുമല്ല. അപ്പൊ നല്ല സിനിമ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് വരാം ലൂസിഫറിലേക്ക്, അല്ലെങ്കിൽ എമ്പുരാനിലേക്ക്. എപ്പോഴും ലൂസിഫർ എന്നുള്ള പേരാ അതിൽ വരാം. L2 എമ്പുരാൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബൈജുവിന്റെ ക്യാരക്ടർ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോറി, ബൈജുവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ മുമ്പുള്ള കഥാപാത്രം വരെ, എനിക്ക് തോന്നുന്നു സാനിയ അയ്യപ്പന് മുമ്പ് നമ്മുടെ മസൂദ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം കുറച്ച് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ക്യാരക്ടറാണ് സാനിയ അയ്യപ്പൻ. നമുക്കറിയാം ഡ്രഗ് അഡിക്റ്റ്. ഇപ്രാവശ്യം ഡ്രഗ് ഒന്നുമില്ല, ഡ്രഗ് എന്നൊക്കെ പൂർണ്ണ മുക്തയായിട്ടുള്ള വരവാണ്. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം എൻജോയ് ചെയ്തിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. മേ ബി ബ്രദറിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ജിതിൻ, അല്ലെങ്കിൽ ജതിൻ രാംദാസിന്റെ ഒരു മന്ത്രിയായിട്ടുള്ള ഒരു അരങ്ങേറ്റത്തിലുള്ള എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ആയിരിക്കാം. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ അതിന്റെ ഒരു സംഭവം തോന്നുന്നത്. 2, നന്ദു ചെറിയ ഭാഗം ഉള്ളായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ലൂസിഫറിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് നന്ദുവിൻ്റെത്. നന്ദു ആ സ്പീതാംബരൻ, ഈ പറഞ്ഞ പോലെ IUFന്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിമാരിൽ ഒരാൾ, അല്ലെങ്കിൽ മെമ്പർമാരിൽ ഒരാൾ. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു പോസ്റ്റാണ്. കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് അറിയുന്ന അങ്ങോട്ട് വലിയ സംഭവം തോന്നുന്നില്ല. ആൻഡ് ബൈജുലേക്ക് വരുമ്പോൾ ബൈജു സന്തോഷ് ആസ് മുരുകൻ ഇൻ L2 കിഴലൻ ക്യാരക്ടർ ആയിരുന്നു. ആ ക്യാരക്ടർ
അപ്പുറത്ത് നിന്ന് ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് ഒരാളുണ്ടെന്ന് മോഹൻലാൽ രീതിയിലുള്ള ഒരു സാധനം പറയും ഇഷ്കവും വലിയ ചോദ്യം ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് ഒരു ഭംഗി ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, അങ്ങനെ പുള്ളിയുടെ പെർഫോമൻസ് നമുക്കറിയാം. ആൻഡ് ഈവൻ ഇതില് വർത്തമാനം പറയുമ്പോൾ വരെ ഭയങ്കര രസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഇതിൽ ഓരോ ക്യാരക്ടറും ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ അവർ സിനിമന്റെ എക്സ്പീരിയൻസ് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിലും ഭയങ്കര രസമായിട്ടാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ സായ് കുമാർ മഹേഷ് വർമ്മ, ഈ മഹേഷ് വർമ്മയുടെ ക്യാരക്ടർ നിന്റെ എന്തല്ല എന്റെ എന്താ എന്ന് പറയുമ്പോൾ സിനിമയിൽ ഭയങ്കര കൈ നേടിയെങ്കിലും പിന്നീട് മറ്റേ സ്റ്റീഫന്റെ ക്യാരക്ടർ ഊക്ക് മേടിച്ചിട്ടുള്ള ഇത് ഇയാളുടെ എന്നാണ്. അതായത് ആരാണ് സ്റ്റീഫന്റെ തന്ത എന്ന് പറഞ്ഞിട്ടൊരു ഊക്കുന്നുണ്ട്, കിടന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഇതൊരു നൈസ് ക്യാരക്ടറാണ്. പുള്ളി പറഞ്ഞ പോലെ വയ്യാതിരിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് വിളിച്ചതും അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. നൈസ്, നമുക്ക് നോക്കാം. അടുത്തത് ഇതിലെ പ്രധാന വൻമരം വീണല്ലോ, പി കെ രാംദാസ് എന്ന വൻമരം വീണു, ഇനി ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പി കെ രാംദാസ്, സച്ചിൻ ഖദേക്കറാസ് പി കെ രാംദാസ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് മറ്റേ സിനിമേനേക്കാളും അതേപോലെ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ചെറിയ ഒരു സീനാണ് ഇതിലുള്ളത്, പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനാണ്. ലാലേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, ഗംഭീര സീനാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ മുഴുവൻ പോയിട്ടുള്ളത്. അത് പ്രധാനപ്പെട്ട തുടക്കം അതിൽ നിന്നാണ്. അടുത്തതിലേക്ക് വരുമ്പോൾ ഓക്കെ എസ്തപ്പാനെ ഇനി ഒരു തിരിച്ച് മടങ്ങി വരില്ലെങ്കിൽ കുമ്പരിച്ചു പോയിക്കൂടെ ചോദിച്ചിരുന്ന നമ്മുടെ ഫാസിൽ ആ നെടുംപള്ളി അച്ഛൻ, ഇതിലും ഇതേ പറഞ്ഞ പോലെ നല്ല റോളിനായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ അതും കൺഫേം. ഇനി വരുമ്പോൾ വീണ്ടും പുറത്തുനിന്ന് ആളെ ഇറക്കി തുടങ്ങി പൃഥ്വിരാജ്. അതായത് നിഖാദ് ഖാൻ അല്ലെ, നിഖാദ് ഖാൻ ഹെഗ്ഡെ ആ സുഭദ്രാബൻ എന്ന് പറഞ്ഞിട്ട് ഒരു റോള്. ഈ സുഭദ്രാബൻ ഭയങ്കര പൈസക്കാരിയായിട്ടുള്ള ഭയങ്കര നല്ലൊരു സ്ത്രീ, പാവങ്ങളോട് ഭയങ്കര സഹതാപമുള്ള, എല്ലാവരെയും സഹായിക്കുന്ന, മേ ബി വാറൊക്കെ നടന്നതിന് ശേഷം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സഹായിക്കുന്ന അത്തരത്തിലുള്ള ഒരാളായിരിക്കാം പുള്ളിക്കാരി തന്നെ. അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറെ ആളുകൾ അമീർ ഖാൻ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരിക്കും അമീർ ഖാൻ സിസ്റ്റർ ആണോ അതോ ഇതിൽ സിനിമയിൽ സിസ്റ്റർ ആയിട്ട് അഭിനയിച്ചാണോ എനിക്കറിയില്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. നിങ്ങൾക്ക് ആർക്കില്ലാണെങ്കിൽ കമന്റിലൊന്ന് രേഖപ്പെടുത്തിയാൽ സന്തോഷം. അത് കഴിഞ്ഞ് നേരെ വരുമ്പോഴാണ് അവസാനത്തെ കഥാപാത്രത്തിനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ, അതായത് എറിക് ബോണി ആസ് കബൂഗ. ഈ ക്യാരക്ടറിലാണ് ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷ. ഈ എറിക് ബോണി ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതും ഹൈഡ് ചെയ്തിട്ടുള്ളത് ആള് എറിക് ബോണി എന്ന രീതിയിലും ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഈ ചെവി നിൽക്കുന്ന രീതി പറഞ്ഞിട്ടും പിറകുന്നുള്ള സാധനം പറഞ്ഞിട്ടും ഒക്കെ പലതരത്തിലുള്ള വീഡിയോസ് വന്നിരുന്നു. ആരാണ് ഈ എറിക് ബോണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ആക്ടർ തന്നെയാണ്. ഞാൻ അതിന്റെ ഒരു കംപ്ലീറ്റ് സാധനം അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതെന്താണെന്നുള്ളത് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, എടുക്കട്ടെ. എറിക് ബോണി ബോൺ 3 ഒക്ടോബർ 1967, 3 ഒക്ടോബർ 3 ഒക്ടോബർ 3 ജനിച്ചത്. ഓക്കെ, ഈസ് എ ഫ്രഞ്ച് ആക്ടർ. ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് പോർട്രയൽ ആസ് ദി കോംഗലേസിയ പ്രൈം മിനിസ്റ്റർ. കോംഗലേസി അല്ലെ, പ്രൈം മിനിസ്റ്റർ പാട്രിസ് ലുമുംബ ഇൻ ദി 2000 ഫിലിം ലുമുംബ ആസ് ബ്ലാക്കി അല്ലെങ്കിൽ ബ്ലാക്ക് ടൈ ഇൻ ബ്രയാൻ ഡെ പാമാസ് ഫെമ്മെ ഫതാലെ. And as Ice in the 2008 action film Transporter 3. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ തിരിച്ചറിഞ്ഞുള്ള ഒരു പടം എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഹി സ്റ്റാർഡ് ഓപ്പോസിറ്റ് ജേസൺ സ്റ്റഥാം. ജേസൺ സ്റ്റഥാമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എതിർ കഥാപാത്രമായിട്ട് ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറായിട്ട് ട്രാൻസ്പോർട്ടേഴ്സ് 3 പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ പേരിൽ തന്നെയാണ് കുറെ ആളുകൾ കമന്റ് പറഞ്ഞു. ഈവൻ എനിക്കാണെങ്കിൽ പോലും അത് ട്രാൻസ്പോർട്ടർ 3 വില്ലനാണ് ബ്രോ എറിക് ബോണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഹൈഡ് ചെയ്തിട്ടുള്ള ആൾ ആരാണെന്നുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ നമ്മൾ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് വീഡിയോ ഏതായിരുന്നു അതില് അങ്ങനത്തെ കമന്റ് വന്നിട്ടുണ്ട്. സോ ഇപ്പൊ ഇവര് പുറത്ത് വിട്ടോടുകൂടി ഒരുപാട് ആളുകൾ ഇപ്പൊ പറയുന്ന സംഭവം, ഇന്ന് 6 മണിക്കാണ് സാധനം വന്നിട്ടുള്ളത്. ഈ 1.5 മണിക്കൂറായപ്പോ തന്നെ ഒരുപാട് കമന്റ്സ് അതിനെ കുറിച്ച് വരുന്നത് ആ സസ്പെൻസ് പൃഥ്വിരാജ് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സസ്പെൻസ് പൃഥ്വിരാജ് പൊട്ടിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം അങ്ങനെ ഒരു ഹൈഡ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ, ആ ഹൈഡ് ആയിട്ടുള്ള ആൾ അങ്ങനെ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ വളരെ സിമ്പിൾ ആയിട്ട് ഈ 6 മണിക്ക് സാധാ ക്യാരക്ടറിനെ തരുന്നതിൽ എറിക് ബോണി പിടിച്ചോ കബൂഗായിട്ട് ഇയാളാണെന്ന് പറഞ്ഞ് വിടുവോ? ഇല്ല. അങ്ങനെ ഒരു സസ്പെൻസ് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അയാളെ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടർ പ്രത്യേകതയുണ്ട്. ആ ക്യാരക്ടർ എന്തോ വലിയ ക്യാരക്ടറാണ്. പല ആളുകളും പറയുന്ന പോലെ ഡോൺലി എന്ന് എനിക്ക് തോന്നുന്നില്ല, വെയിറ്റ് ഡോൺലി ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഡോൺലി ഉണ്ടാവാം, മേ ബി ഡോണി എന്നാണോ എന്നറിയില്ല. മമ്മൂക്കനെ പല ആളുകളും പറയുന്നുണ്ട്, അറിയില്ല. അപ്പൊ അത്രയും വലിയൊരു ക്യാരക്ടർ ആണെങ്കിൽ മാത്രമായിരിക്കും അവനെ ഹൈഡ് ചെയ്ത് വെക്കുക.
അപ്പൊ ആ ക്യാരക്ടർ അതിൻ്റെതായുള്ള പ്രത്യേകത ഉണ്ടാവും. അതിനെ അവർ പുറത്തുവിടുന്ന എനിക്ക് വിശ്വാസമേ ഇല്ല. ഈ 36 കഥാപാത്രങ്ങൾ പറയുന്ന സമയത്ത് മേ ബി 36ാമത്തെ കഥാപാത്രം ഹൈഡ് ചെയ്ത് തന്നെ കാണിക്കാനാണ് സാധ്യത. അതല്ലെങ്കിൽ ഒരു ഞെട്ടിക്കൽ അവർ ഞെട്ടിക്കും. പക്ഷെ അങ്ങനെ ഞെട്ടിച്ചാൽ ആ സിനിമയുടെ ത്രില്ല് പോകുന്ന എനിക്ക് തോന്നുന്നത്. അത്രയും വലിയ ക്യാരക്ടർ ആണെങ്കിൽ അത് സിനിമ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഷോ കാണുന്ന സമയത്ത് എൻജോയ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു.